നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യ ഹിന്ദി ഫിലിമിലെ അഭിനയിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ഐശ്വര്യ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നാന്തരം ഒരു പാചകക്കാരിയാ. ഇന്ന് നിങ്ങൾക്കുള്ള ഫുഡ് പാചകം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ. റിയലി? ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഇവള് ബഹുമിടിക്കുക. ഇന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്. ശരിക്കും കഴിക്കും. അത് കണ്ടാലറിയാം. കൃഷ്ണമാരി ഇരിക്കെ. പിന്നെ അഖിലിന്റെ റിസപ്ഷനും ഡാർക്ക് ബ്ലൂവിന്റെ ഉദ്ഘാടനത്തിനും ഒന്നിനും വരാനൊത്തില്ല. അതിന്റെ എല്ലാം കുടിശ്ശിക ഇന്ന് ഞങ്ങള് തീർക്കും, അല്ലേ കൃഷ്ണ? അതെ അതെ അതെ. വസന്തരെ, ഇതിവിടുത്തെ വേലക്കാരിയാണോ? ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഗസ്റ്റുകൾ ഇരിക്കുമ്പോൾ സർവന്റ് ഒന്നും കയറി വരാറില്ല. അപ്പോഴേ അടികൊടുത്ത് പറഞ്ഞയക്കും. ശ്യാമ സർവന്റ് ഒന്നുമല്ല, ഞങ്ങളുടെ അനുജത്തിയാ. ഓ, എന്ന് വെച്ചാ ഞങ്ങളുടെ അഖിയുടെ ഭാര്യ. പ്ലേയാ. അവരിതിനെ മനഃപൂർവ്വം കളിയാക്കിയതാ. നീ ഇതൊന്നും കാര്യാക്കണ്ട. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നീ അവരുടെ മുന്നിൽ നാണം കെടുന്നതേ ഞാൻ കണ്ടു. എനിക്കത് മതി. എന്റെ മനസ്സിനെ അതെന്ത് കുളിരാണെന്നോ. ദേ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. അല്പം കഴിയുമ്പോ അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അതിന്റെ കൂടെ ഇരുന്ന് തിന്നാനേ ഈ പരിസരത്തെങ്ങാൻ വന്നാലുണ്ടല്ലോ. എന്റെ കൃഷ്ണ, മടുത്തു, സഹികെട്ടു. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നതിന്റെ ഒരു അവസാനമില്ലേ? എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ നിറമല്ലേ ഇപ്പോഴും എല്ലാവർക്കും പ്രശ്നം? അതോ ഞാനൊരു പാവപ്പെട്ടവളായതോ? എന്റെ അഖിൽ സാർ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ ഇങ്ങനെ നാണം കെടുത്തുമായിരുന്നു. എന്തൊക്കെ അപമാനം ഞാൻ സഹിക്കുന്നു. ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കൃഷ്ണ. കണ്ണ, എന്തിനാ മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചത്? എനിക്ക് വയ്യ ഭഗവാനെ. അമൃതടുത്തിയാണല്ലോ. ഹലോ അമൃതടുത്തി, നീ എവിടെ ആക്കി? ഞാൻ ഓഫീസില്. എന്താ അടുത്തി?
എടാ, സഹിക്കാൻ വയ്യാത്ത സങ്കടം കൊണ്ടാ ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കുന്നത്. ഏടത്തേക്ക് സങ്കടോ? കാര്യം പറയാ എടുത്തി. എടാ, ഇവിടെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരികൾ വന്നു. വലിയ കൊമ്പത്തെ തറവാട്ടുകാരികളാ. ഏടത്തി ഇങ്ങനെയൊക്കെ പറയാൻ പഠിച്ചോ? ഗ്രാഫ് താഴുകയാണ് കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ചിലരോടൊക്കെ ഇടപഴകിയ ഇങ്ങനൊക്കെ ആയിപ്പോവും. പാടത്തെ വീണാ മേത്ത് ചെളി പറ്റാതിരിക്കൂ. ആ, എന്നിട്ട് ആ കൊമ്പത്തെ തറവാട്ടുകാരികളുടെ കാര്യം പറഞ്ഞില്ലേ? എടാ, അവരും അമ്മയും ഐശ്വര്യൊക്കെ കൂടി ശ്യാമയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. വല്ലാതെ നാണം കെടുത്തി. ഓ, ആർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപമാനിക്കലായിരുന്നു. എന്താടാ, നിന്റെ ഭാര്യ അവരെല്ലാരും കൂടി നാണം കെടുത്തിന്ന് കേട്ടിട്ടും നിനക്കൊരു വികാരം ഇല്ലേ? എടുത്തി, ഇതൊന്നും അവിടെ പുതുമയുള്ള കാര്യമല്ലല്ലോ. എന്നുവെച്ച് അവളെ എല്ലാവരും കൂടി അങ്ങ് അപമാനിച്ചോട്ടെന്നോ? അതാണോ നീ അർത്ഥമാക്കുന്നത്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ എടുത്തി? എന്ത് ചെയ്യാനെന്നോ? എടാ, നീ അവളെ താലി കെട്ടി കൊണ്ടുവന്നതല്ലേ? അവളുടെ ഭർത്താവ് നീയല്ലേ? നീ ചിരിക്കുവാണോടാ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ പാവത്തിന് ഇങ്ങനെയിട്ട് കണ്ണീര് കുടിപ്പിക്കരുത്. ആ ശാപം ചെറുതല്ല. ഐശ്വര്യ വലിയ ഷെഫാണെന്നും അവളുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നതെന്നും അമ്മ അവളും കൂടി ഇവിടെ വീമ്പിളക്കിയിരിക്കുക. ഓ, അത് ശരി. എന്നിട്ടവള് അഗാപ്പെ ഹോട്ടലിൽ നിന്ന് രഹസ്യമായിട്ട് ഫുഡ് ഓർഡർ ചെയ്തേക്കുവാ. അവൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ. ഓഹോ, അങ്ങനെയാണല്ലേ? അതെ, അതുമാത്രമല്ല, ആ ഫുഡ് ഗസ്റ്റുകൾക്ക് കൊടുക്കുമ്പോ അവിടേക്കെങ്ങും വന്നേക്കരുതെന്ന് ശ്യാമയ്ക്ക് ഐശ്വര്യയുടെ വക ഒരു ഓർഡറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.